ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഭാ വ്യവഹാരങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങളാണ് വേണ്ടതെന്നും ശ്രേഷ്ഠ ബസലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ. മലബാർ ടൂറിസം കൗൺസിൽ നേതൃത്വം നൽകുന്ന മലബാർ ടൂറിസം മീറ്റ് ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ കോഴിക്കോട്ട്. ചെലവൂർ കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാല 30ാം വാർഷികാഘോഷ വിളംബരം നടത്തി. യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മയുടെ സമൂഹ വിവാഹം ഓഗസ്റ്റ് 30 മൂഴിക്കലിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സഭാ വ്യവഹാരങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങളാണ് വേണ്ടതെന്നും ശ്രേഷ്ഠ ബസലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ ഭദ്രാസന ദിന ആഘോഷ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സഭാ വ്യവഹാരങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങളാണ് വേണ്ടതെന്നും ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ. മലബാർ മോഡൽ സമാധാനമാണ് സഭയിൽ ആവശ്യം. യാക്കോബായ സുറിയാനി സഭ കോഴിക്കോട് ഭദ്രാസനത്തിന്റെ ആസ്ഥാനമായ വേളങ്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സുനോറോ ദേവാലയത്തിൽ നൽകിയ സ്വീകരണത്തിലും ഭദ്രാസന ദിന ആഘോഷ സമ്മേളനത്തിലും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു ശ്രേഷ്ഠ ബാവ. ഈ കാലഘട്ടത്തിൽ സമൂഹത്തെ അലട്ടുന്ന പ്രശ്നമാണ് വിദേശ കുടിയേറ്റം. മാതൃരാജ്യത്തിലേക്ക് തിരിച്ചു വരാത്തതിനാൽ കുടുംബങ്ങളിൽ പ്രായമായവർ തനിച്ചാകുന്നു. വാർദ്ധക്യത്തിലുള്ളവരെ സംരക്ഷിക്കേണ്ട കടമ സഭയ്ക്കുണ്ട്. പാലിയേറ്റീവ് കെയർ സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ സഭയിൽ ആരംഭിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2008 മലബാർ ഭദ്രാസനം വിഭജിച്ച് കോഴിക്കോട് ഭദ്രാസനം രൂപം കൊണ്ടപ്പോൾ ആദ്യ മെത്രോപൊലിത്തയായ ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയസിന്റെ 17ാം മെത്രാഭിഷേക വാർഷികവും ആഘോഷിച്ചു. ഭദ്രാസന ശുശ്രൂഷകളിൽ നിന്ന് വിരമിച്ച വൈദികരെയും വിവിധ റാങ്ക് ജേതാക്കളെയും ശ്രേഷ്ഠ ബാവ ആദരിച്ചു. ഭദ്രാസന ദിന ആഘോഷവും അനുമോദന സമ്മേളനവും മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയസ് അധ്യക്ഷനായിരുന്നു. മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ സ്തേഫാനോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലിൻഡോ ജോസഫ് MLA, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, വൈദിക സെക്രട്ടറി ഫാദർ ബിജോയ് അറാക്കുടിയിൽ, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കോടഞ്ചേരി മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് പെണ്ണാമ്പറമ്പിൽ, ഫാദർ റിനോ ജോൺ, സഭ വർക്കിംഗ് കമ്മിറ്റി അംഗം ബേബി ജേക്കബ് PDAക്കൽ, ഭദ്രാസന സെക്രട്ടറി ഫാദർ അനീഷ് കവുങ്ങുംപള്ളി, ജോയിന്റ് സെക്രട്ടറി ബിജു കരിക്കാഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. കോടഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ സിബി ചിരണ്ടായത്, ജോർജ് കുട്ടി വിളിക്കുന്നേൽ, ബിന്ദു ജോർജ്, ചിന്നമ്മ മാത്യു തുടങ്ങിയവരും ഭദ്രാസനത്തിലെ വൈദികരും സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെലവൂർ കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാല 30ാം വാർഷികാഘോഷ വിളംബരം നടത്തി. കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ദർശന മുഖ്യ രക്ഷാധികാരിയുമായ PK ഗോപി പുസ്തകങ്ങൾ സ്കൂളിനെ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയ ഗ്രന്ഥശാലകളിലേക്കും അമ്മ വായനമുറികളിലേക്കും പുസ്തകങ്ങൾ സംഭാവന ചെയ്താണ് കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാലയുടെ 30ാം വാർഷികാഘോഷ വിളംബരം സംഘടിപ്പിച്ചത്. കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ദർശനം മുഖ്യ രക്ഷാധികാരിയുമായ PK ഗോപി, ദേവഗിരി സേവിയോ ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സാജു ജോസഫിന് 5645 രൂപയുടെ 37 പുസ്തകങ്ങൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ദർശനം സാംസ്കാരിക സമിതിയുടെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രചരണ പരിപാടി, പുസ്തക പ്രചരണം, അതിന് വേണമല്ലോ ഒരു പ്രചാരമൊക്കെ അല്ലേ. പുസ്തകം വായിക്കണം ആളുകൾ. വായിക്കുമ്പോഴാണ് അത് സാക്ഷാത്കൃതമാകുന്നത്. ചരിത്രവും ജ്ഞാനവും മനുഷ്യായുസ്സും എല്ലാം വിശുദ്ധമാകുന്നത് വായനയോടെയാണ്. ഞങ്ങൾ ഈ സൽകൃത്യം തുടരുക തന്നെയാണ്. ദർശനം പ്രസിഡന്റ് P. സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. സംഘാടക സമിതി ജനറൽ കൺവീനർ കൊല്ലറയ്ക്കൽ സതീശൻ, മറ്റു ഭാരവാഹികളായ KM ശ്രീനിവാസൻ, PT സന്തോഷ് കുമാർ, P. ജസീലുദ്ദീൻ,
വനിതാവേദി പ്രവർത്തകരായ ജിഷി സുനിൽകുമാർ, മിനി ജോസഫ്, ഷീബ, സേവിയോ HSSലെ അധ്യാപികയും എഴുത്തുകാരിയുമായ രേഷ്മ അക്ഷരി, ജസ്റ്റിൻ സേവ്യർ, സെബി, ശരത് എന്നിവർ നേതൃത്വം നൽകി. വാർഷികം നടത്താനുള്ള പൈസ സ്വരൂപിച്ച് അവിടെ പരിപാടികൾ നടത്തുന്നതിനൊപ്പം അതിന്റെ ഒരു ഗുണഫലം നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികളിലും ജനങ്ങളിലും എത്തിക്കാൻ ഉപകരിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാതൃഭൂമി ബുക്സ്, പൂർണ്ണ, ഒലിവ്, ചിന്ത, പീപ്പിൾസ് റിവ്യൂ, DC ബുക്സ്, പ്രഭാത് ബുക്ക് ഹൗസ്, ലിബി, ഹരിതം, സ്വതന്ത്ര എന്നീ പ്രസാധകരുടെ മികച്ച ഗ്രന്ഥങ്ങളാണ് കൈമാറിയത്. ദർശനം ഗ്രന്ഥശാലയുടെ പ്രവർത്തന പരിധിയിലെ ഗവൺമെന്റ് ഹൈസ്കൂളുകൾ, ഗവൺമെന്റ് LP, UP, എയ്ഡഡ് LP വിദ്യാലയങ്ങളിലെ അമ്മ വായനമുറികളിലേക്കും ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ ദിനങ്ങളിൽ പുസ്തകങ്ങൾ സംഭാവന ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ടൂറിസം കൗൺസിൽ നേതൃത്വം നൽകുന്ന മലബാർ ടൂറിസം മീറ്റ് ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ കോഴിക്കോട്ട് നടക്കും. B2B ടൂറിസം മീറ്റിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിക്കും. ജില്ലാ പഞ്ചായത്തിന്റെയും DTPCയുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് MT നടക്കുന്നത്. കൂടാതെ കേരള സർക്കാർ സ്ഥാപനങ്ങളായ KTDC, BRTC, അതേപോലെ മുസ്ലിംസ് ഹെറിറ്റേജ് പ്രൊജക്ട്, സർക്കാർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്നിവരും MTMൽ പങ്കാളികളാവുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ത്യ ടൂറിസം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് ടൂറിസത്തിന്റെ ഈ ഇവന്റിൽ പങ്കാളികളാവുന്നുണ്ട്. ഓഗസ്റ്റ് 30 വെച്ച് നടക്കുന്ന B2B മീറ്റ് ആണ് ഈ ഇവന്റിന്റെ ഹൈലൈറ്റ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് മലബാർ ടൂറിസം മീറ്റ് സംഘടിപ്പിക്കുന്നത്. മലബാറിന്റെ വിനോദസഞ്ചാര സാധ്യതകളെ ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ ഉയർത്തിക്കാട്ടുന്ന ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസം സംഗമമാണ് നടക്കാൻ പോകുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 29 വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരുമായി സംഗമം, മലബാറിന്റെ ഭക്ഷ്യ സംസ്കാരത്തെ പരിചയപ്പെടുത്തുന്ന കുലിനറി വാക്ക് എന്നിവ നടക്കും. 30 നടക്കുന്ന ഗ്രാൻഡ് B2B ടൂറിസം മീറ്റ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാനൽ ചർച്ചകൾ, പ്രദർശനങ്ങൾ, ബിസിനസ് നെറ്റ്വർക്കിംഗ്, കേരള ഫോക്ലോർ അക്കാദമി അവതരിപ്പിക്കുന്ന പൂരക്കളി, കോൽക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 ഇക്കോ ടൂറിസം, പൈതൃകം, സംസ്കാരം, ഹോസ്പിറ്റാലിറ്റി എന്നിവയും ഒരുക്കും. വാർത്താ സമ്മേളനത്തിൽ മലബാർ ടൂറിസം കൗൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ, സെക്രട്ടറി രജീഷ് രാഘവൻ, അജു ഇമാനുവൽ, ഷബീർ അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആരെവിടെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ കേൾക്കട്ടെ. കേൾക്കാനൊന്നുമില്ല മഹാരാജൻ, എന്നത്തെയും പോലെ നിക്ഷാനിലെ ഓണക്കോടീശ്വരനാണ് ട്രെൻഡിങ്. 75% വരെ വിലക്കുറവിനൊപ്പം നിരവധി സമ്മാനങ്ങളും. ബമ്പർ പ്രൈസ് ഒരു മഹീന്ദ്ര BE6 കാർ, സെക്കൻഡ് പ്രൈസ് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, തേർഡ് പ്രൈസ് 4 ഏത്തർ റിസ്റ്റ സ്കൂട്ടറുകൾ. കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾക്ക് പുറമെ നിക്ഷാൻ നൽകുന്ന മറ്റ് ഓഫറുകളും അവിടെ കെങ്കേമമാണ്. ഓഹോ, എന്നാൽ ഞാനും പോകട്ടെ നിക്ഷാനിലേക്ക്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ,
പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സമൂഹ വിവാഹം ഓഗസ്റ്റ് 30 മൂഴിക്കൽ ബസാറിൽ നടക്കും. പാവപ്പെട്ട 7 ജോഡി യുവതി യുവാക്കൾക്കാണ് കൂട്ടായ്മ മാംഗല്യ സൗഭാഗ്യമൊരുക്കുന്നത്. 2024 ഡിസംബർ മാസത്തിൽ പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തിയ 7 യുവതി യുവാക്കളുടെ വിവാഹത്തിന്റെ പൂർത്തീകരണമാണ് ഈ ഓഗസ്റ്റ് 30 നടക്കുന്നത്. സമൂഹ വിവാഹത്തിൽ വധൂവരന്മാരുടെ കുടുംബാംഗങ്ങളടക്കം 6000-ഓളം പേർ പങ്കെടുക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ബഷീർ അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ, മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, സ്വാമി ആത്മദാസ്, രാഹുൽ ഈശ്വർ, ഫാദർ ഡോക്ടർ ജെയിംസ് TA എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 30 ശനിയാഴ്ച വൈകിട്ട് മൂഴിക്കൽ ബസാറിന് സമീപം സജ്ജീകരിച്ച പ്രത്യേക വേദിയിലാണ് ചടങ്ങുകൾ നടക്കുക. 7 ജോഡി യുവതി യുവാക്കളാണ് വിവാഹിതരാകുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ആഷിഖ് ചെലവൂർ, നവാസ് മൂഴിക്കൽ, അബ്ദുൾ അസീസ്, സഹീർ പള്ളിത്താഴം, റഹീം പള്ളിത്താഴം തുടങ്ങിയവർ സംബന്ധിച്ചു. ഞങ്ങൾ അവരുടെ ആഭരണങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും നമ്മൾ ഒരേ രീതിയിലുള്ള ഒരു സമൂഹ വിവാഹമായി അവിടെ 5000-ഓളം വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണവും ഒരുക്കിക്കൊണ്ടുള്ള ഒരു സമൂഹ വിവാഹം നടക്കുമ്പോൾ ആ സമൂഹ വിവാഹത്തിലേക്ക് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിൽ ഒരു ജീവകാരുണ്യ അല്ലെങ്കിൽ സേവന പ്രവർത്തനം നടത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനം എന്ന രീതിയിൽ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂഹിക സുരക്ഷാ പരിരക്ഷ വിപുലീകരിക്കുന്നതിനുള്ള സ്പ്രീ 2025 തുടക്കം കുറിച്ചതായി ESI കോർപ്പറേഷൻ. ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ പദ്ധതി തുടരും. രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും പരിശോധനകളോ മുൻകാല കുടിശ്ശികയോ കൂടാതെ രജിസ്ട്രേഷൻ നടത്താം. 31 ഡിസംബർ വരെ 6 മന്ത്സ് ആണ് വാലിഡിറ്റി സ്കീമിന്റെ. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് എംപ്ലോയർ ദേ കൻ രജിസ്റ്റർ അണ്ടർ ദ സ്കീം. ആ ഏത് ഡേറ്റ് വെച്ചാണ് രജിസ്റ്റർ ചെയ്തത് ഫ്രം ദാറ്റ് ഡേറ്റ് ഓൺലി ദേ വിൽ ബി ട്രീറ്റഡ് ആസ് കവേർഡ്. പഴയ ഡേറ്റിൽ പഴയ ഡ്യൂസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇപ്പോൾ എക്സിസ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എംപ്ലോയർ രജിസ്റ്റർ ചെയ്താൽ സപ്പോസ് ആ 10 എംപ്ലോയീസ് പഴയ പീരീഡിൽ കവേർഡ് ആണ്, ആ റേഞ്ച് കഴിയുകയാണെങ്കിൽ ആ ബാക്ക് ഡേറ്റഡ് വെച്ച് ഡ്യൂസ് ഒക്കെ കൊടുക്കണം. പക്ഷെ ഇതാവുമ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. They will be treated as registered from that particular date which is declared by them. പിന്നെ വേറെ ചില കേസിലൊക്കെ എല്ലാ എംപ്ലോയീസിനെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. സോ അങ്ങനത്തെ എംപ്ലോയീസിന് രജിസ്റ്റർ ചെയ്യാത്ത എംപ്ലോയീസിനെയും രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ ESIയുടെ കവറേജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ് ടു 21,000 ആണ്. 21,000 വരെ വേജ് ഡ്രോ ചെയ്യുന്ന എംപ്ലോയീസിന് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആക്ടിൽ പറയുന്നത്. സോ ഇതിന്റെ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവറിത്തിങ് ഇസ് ഓൺലൈൻ. ESI പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ശ്രം സുവിധ പോർട്ടൽ ഉണ്ട് മിനിസ്ട്രി ഓഫ് ലേബറിന്റെ, അതിൽ ചെയ്യാം, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ പോർട്ടൽ ഉണ്ട്. സോ എവറിത്തിങ് ഇസ് ഓൺലൈൻ, ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും ഇല്ല. സോ ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറന്റ് ആൻഡ് ഓൾ എംപ്ലോയേഴ്സ് ക്യാൻ യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് ഒരു വൺ ടൈം ഇതാണ് 6 മന്ത്സ് വാലിഡിറ്റി ഉള്ളത്. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റ് തൊട്ടിട്ടാണ് കവേർഡ് ആയിട്ട് കൂട്ടുന്നത്. പാസ്റ്റ് ഡ്യൂസിന് ലീഗൽ ആക്ഷൻ എടുക്കൂല, അതിന്റെ പ്രോസിക്യൂഷൻ ഒന്നും ചെയ്യുന്നതായിരിക്കില്ല, പഴയ പീരീഡിൽ ഇൻസ്പെക്ഷനും ചെയ്യുന്നതായിരിക്കില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജയന്തി നഗർ ലവേഴ്സ് ഓഫ് മ്യൂസിക് ഗായക കൂട്ടായ്മ 3ാം വാർഷികം ആഘോഷിക്കുന്നു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന സംഗീത സായാഹ്നം ഓഗസ്റ്റ് 29 ടൗൺ ഹാളിൽ അരങ്ങേറും. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിക്കും. 3 വർഷമായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരു 10 പേരടങ്ങുന്ന ഒരു ഗായക സംഘമാണ്. അമേച്വേഴ്സ് ആണ്.
സംഗീതം സ്നേഹത്തിനും സമാധാനത്തിനും സൗഹൃദത്തിനും നാശമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ 3ാം വാർഷികം നാളെ വൈകുന്നേരം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് പ്രസ് ക്ലബ് പ്രസിഡന്റ്, കോഴിക്കോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നാളെ ഉദ്ഘാടനത്തിന് ശേഷം നാളെ വേദിയിൽ വെച്ച് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്നതാണ്. സംഗീതം സ്നേഹത്തിനും സമാധാനത്തിനും സൗഹൃദത്തിനും എന്ന ആശയവുമായാണ് ജയന്തി നഗറിലെ ലവേഴ്സ് ഓഫ് മ്യൂസിക് എന്ന കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. കൂട്ടായ്മയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സംഗീത സായാഹ്നം സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ അരങ്ങേറുന്ന പരിപാടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മഹ്റൂഫ് രാജ, മാധ്യമപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും. സംഗീതജ്ഞനും മ്യൂസിക് ഡയറക്ടറുമായ സുനിൽ ഭാസ്കർ, ഗോപാൽജി, സീനിയർ അംഗം നഗിൻ ദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ലവേഴ്സ് ഓഫ് മ്യൂസിക്കിലെ 10 ഗായകർ പങ്കെടുക്കുന്ന ഗാനസന്ധ്യയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഗോപാൽജി, സെക്രട്ടറി KA നൌഷാദ്, ട്രഷറർ സലീൽ പാലക്കിൽ, സോജ വിക്രമൻ, നഗിൻ ദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആരെവിടെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ കേൾക്കട്ടെ. കേൾക്കാനൊന്നുമില്ല മഹാരാജൻ, എന്നത്തെയും പോലെ നിക്ഷാനിലെ ഓണക്കോടീശ്വരനാണ് ട്രെൻഡിങ്. 75% വരെ വിലക്കുറവിനൊപ്പം നിരവധി സമ്മാനങ്ങളും. ബമ്പർ പ്രൈസ് ഒരു മഹീന്ദ്ര BE6 കാർ, സെക്കൻഡ് പ്രൈസ് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, തേർഡ് പ്രൈസ് 4 ഏത്തർ റിസ്റ്റ സ്കൂട്ടറുകൾ. കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾക്ക് പുറമെ നിക്ഷാൻ നൽകുന്ന മറ്റ് ഓഫറുകളും അവിടെ കെങ്കേമോണ്. ഓഹോ, എന്നാൽ ഞാനും പോകട്ടെ നിക്ഷാനിലേക്ക്. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പന്നിയങ്കര ശങ്കരവിലാസം LP സ്കൂളിൽ ആവേശം വാരി വിതറി ഓണാഘോഷങ്ങൾ. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട സ്കൂളിന് ഓണാഘോഷം ആശ്വാസത്തിന്റേതുകൂടിയായി. വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും മത്സരങ്ങളിൽ പങ്കെടുത്തു. കോഴിക്കോട് പന്നിയങ്കര ശങ്കരവിലാസം LP സ്കൂളിൽ ഇത്തവണത്തെ ഓണാഘോഷം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെത് കൂടിയായിരുന്നു. 115 വർഷത്തിലേറെ പാരമ്പര്യമുള്ള പ്രദേശത്തെ ഏക വിദ്യാലയമാണിത്. കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട വിദ്യാലയവുമാണ്. എന്നാൽ ഇന്ന് പ്രദേശത്തെ മുഴുവൻ കുട്ടികളും പഠിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാലയമായി മാറിയിരിക്കുകയാണ്. നാടിന് തിരികെ ലഭിച്ച ഈ സൗഭാഗ്യത്തിന്റെ മാറ്റുകൂട്ടുന്നതിനായി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി, തിരുവാതിര, രക്ഷിതാക്കൾക്കുള്ള ഉറിയടി മത്സരം, അണിഞ്ഞൊരുങ്ങി വന്ന മലയാളി മംഗമാർക്കുള്ള മത്സരം തുടങ്ങിയ ഒട്ടനവധി കലാപരിപാടികൾ
വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടി ഏറെ ആനന്ദത്തോടെ ആഘോഷിച്ചു. പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ, റെസിഡന്റ് അസോസിയേഷനുകൾ, വാർഡ് കൗൺസിലർ എൻ ജയശീല, ഷിഹാബുദ്ദീൻ, സി ഷൈജു, കെ നജുമ, ചാലിൽ മൊയ്തീൻ, ബാബുരാജ്, ചന്ദ്രിക കാര്യാടത്ത്, പ്രേമരാജൻ, വിശ്വജിത്ത്, നാസർ കടവത്ത്, മാനേജ്മെന്റ് പ്രതിനിധി ഷാജഹാൻ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാതേറും വെജിറ്റേറിയൻ വിഭവങ്ങൾ ഭക്ഷണപ്രിയർക്കായി ഒരുക്കി ശ്രീഹരി നമ്പൂതിരീസ് നാംസ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഐക്കരപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം ശ്രീഹരി നാരായണൻ, ഹിരൺ രാജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പച്ചക്കറി വിഭവങ്ങളിൽ ആളുകൾ ആസ്വദിച്ചു കഴിക്കുന്ന ഭക്ഷണമാണ് ദോശ. ദോശയിൽ മസാലകളുടെയും കൂട്ടിന്റെയും അടിസ്ഥാനത്തിൽ രുചി വൈവിധ്യങ്ങളും ഏറെയുണ്ട്. രാമനാട്ടുകര മഞ്ചേരി റൂട്ടിൽ ഐക്കരപ്പടിയിൽ ദോശയുടെ രുചി വൈവിധ്യങ്ങളുമായാണ് ശ്രീഹരി നമ്പൂതിരീസ് നാംസ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആരംഭിച്ചത്. ശ്രീഹരി, ഗിരീഷ് നമ്പൂതിരി, രാജേഷ് നമ്പൂതിരി എന്നിവരാണ് റെസ്റ്റോറന്റിന്റെ സാരഥികൾ. ഇത് 3ാമത്തെ സംരംഭമാണ് ഐക്കരപ്പടിയിൽ ആരംഭിച്ചിരിക്കുന്നതെന്ന് രാജേഷ് നമ്പൂതിരി പറഞ്ഞു. എല്ലാ പ്രദേശത്തു നിന്നും ദോശയ്ക്ക് ആൾക്കാർ കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നത്. കൃത്രിമ പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ അതിൻ്റെ യഥാർത്ഥ സ്വാദോടുകൂടി യഥാർത്ഥ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം നിർമ്മിക്കുന്നതും കൊടുക്കുന്നതും. ഓണസദ്യ 5 പേരുടെ ഫാമിലി പാക്ക് എന്നുള്ള രീതിയിലാണ് വിതരണം ചെയ്യുന്നുണ്ട്. യഥാർത്ഥ രുചിയോടെ കലർപ്പില്ലാത്ത ശുദ്ധമായ ഭക്ഷണമാണ് റെസ്റ്റോറന്റിൽ വിളമ്പുക. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാണ് പാചകം. ഓണത്തിന് ഓണസദ്യയും റെസ്റ്റോറന്റിൽ ഒരുക്കുന്നുണ്ട്. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം ശ്രീഹരി നാരായണൻ, ഹിരൺ രാജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചായ, കാപ്പി, ബൂസ്റ്റ്, ഹോർലിക്സ് എന്നിവയോടൊപ്പം വിവിധതരം ഇഡ്ഡലികളും ദോശകളും ഊത്തപ്പങ്ങളും, നെയ് റോസ്റ്റ്, ഒണിയൻ റോസ്റ്റ്, പൊടി റോസ്റ്റ്, ഉപ്പുമാവ്, ഉഴുന്നുവട, പരിപ്പുവട, കോംബോ ദോശ എന്നിവയും വിഭവസമൃദ്ധമായ സദ്യയും സാധാരണ ഊണും ശ്രീഹരി നമ്പൂതിരീസ് നാംസ് പ്യുവർ വെജിൽ നിന്നും കഴിക്കാം. ആളുകൾക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും വിശാലമായ പാർക്കിങ്ങും റെസ്റ്റോറന്റിന് ഉണ്ട്. നമ്പൂതിരീസ് കാറ്ററിംഗ് വിഭാഗവും സജ്ജമാണ്. കാറ്ററിംഗ് സേവനം ആവശ്യമുള്ളവർക്ക് 8848407038878755 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. ഉദ്ഘാടന ചടങ്ങിൽ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പ്രദേശവാസികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഭാ വ്യവഹാരങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങളാണ് വേണ്ടതെന്നും ശ്രേഷ്ഠ ബസലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ. മലബാർ ടൂറിസം കൗൺസിൽ നേതൃത്വം നൽകുന്ന മലബാർ ടൂറിസം മീറ്റ് ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ കോഴിക്കോട്ട്. ചെലവൂർ കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാല 30ാം വാർഷികാഘോഷ വിളംബരം നടത്തി. യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മയുടെ സമൂഹ വിവാഹം ഓഗസ്റ്റ് 30-ന് മൂഴിക്കലിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.